അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മുസ്ലിം ലോകത്തിന് വളരെയേറെ പരിചയമുള്ള ഒരു മഹാനാണ് മാലിക് റളിയല്ലാഹു അൻഹു. ഹദീസ് ലോകത്ത് വളരെയേറെ പ്രാധാന്യമർഹിക്കുന്നൊരു മഹാവ്യക്തി കൂടിയാണ് ബഹുമാനപ്പെട്ട മാലിക് ഇമാം. വളരെ സൂക്ഷ്മമായ ജീവിതവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ ആദരവിൻ്റെയും ഉടമയാണ് ബഹുമാനപ്പെട്ട മാലിക് ഇമാം. മദീന വിട്ട് എങ്ങും പോവാൻ മാലിക് ഇമാമിന് കഴിഞ്ഞിരുന്നില്ല. കാരണം മുത്തുനബിയുടെ മദീനയിൽ നിന്നും പുറത്തു പോകുന്നത് മാലിക് ഇമാമിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒന്നായിരുന്നു. അവിടുന്ന് മദീനയിൽ സഞ്ചരിക്കുന്ന കാലത്തോളം കാലിൽ ചെരുപ്പ് ധരിച്ചിട്ടില്ലായിരുന്നു. അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാദം സ്പർശിച്ച ഈ മണ്ണിൽ എനിക്ക് ചെരുപ്പ് ധരിക്കാൻ കഴിയില്ല എന്ന മറുപടിയായിരുന്നു മാലിക് ഇമാമിൻ്റേത്. റൗളയുടെ ചാരത്തിൽ നിന്നുകൊണ്ടാണ് മാലിക് ഇമാം എല്ലാ ദിവസവും ദർസ് നടത്തിയിരുന്നത്. അവിടുത്തെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് മുവത്ത. അസഹുൽ കുത്തുബായി തന്നെ മഹാന്മാർ അതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അത്രത്തോളം പ്രാധാന്യമർഹിക്കുന്ന ഒരു ഗ്രന്ഥം കൂടിയാണത്. ഈ മാലിക് ഇമാമിൻ്റെ പ്രധാന ശിഷ്യനാണ് ബഹുമാനപ്പെട്ട ഷാഫിഈ റളിയല്ലാഹു അൻഹു. മഹാനായ ഷാഫിഈ റളിയല്ലാഹു അൻഹു 10 ലക്ഷത്തോളം ഹദീസുകൾ മനപ്പാടമുള്ള മഹാപണ്ഡിതനാണ്. ആ ഷാഫിഈ ഇമാം മഹാനായ മാലിക് ഇമാമിനെ കുറിച്ച് പറയുന്നത് സിയറു അഅലാമുൻ നുബലായിൽ കാണാൻ കഴിയും. കാന മാലികുൻ ഇദാ ശക്ക ഫീ ഹദീസിൻ ത്വറഹഹു കുല്ലുഹു. മാലിക് ഇമാമിന് ഒരു ഹദീസിൽ സംശയം വന്നു കഴിഞ്ഞാൽ ആ ഹദീസ് പൂർണ്ണമായും മാലിക് ഇമാം ഉപേക്ഷിക്കുമായിരുന്നു. അത്രത്തോളം സൂക്ഷ്മതയാണ് ഹദീസ് റിവായത്ത് ചെയ്യുന്നിടത്ത് മാലിക് ഇമാം സ്വീകരിച്ചിട്ടുള്ളത്. ഇബ്നു റഹ്മ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, റഅയ്തുൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കണ്ടു. ഫഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലേ, ഇന്ന മാലികം വല്ലൈസ യഖ്തലിഫാനി ഫബി അയ്യിഹിമാ ആഖദ്. മാലിക് ഇമാമും ലൈസ് തങ്ങളും തർക്കത്തിലിരിക്കുന്നൊരു വിഷയമുണ്ട്. ആരെയാണ് സ്വീകരിക്കേണ്ടതെന്ന് നബി തങ്ങളോട് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറയുന്നു, ഫഖാൽ മാലിക്കുൻ മാലിക്കുൻ, മാലിക് തങ്ങളെയാണ് സ്വീകരിക്കേണ്ടത് എന്ന് മുത്തുനബി തങ്ങൾ പറയുകയാണ്. ഇത്രത്തോളം പ്രാധാന്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ മാലിക് ഇമാമിനെ പുകഴ്ത്തി പറയുകയാണ്. അത്രത്തോളം പാണ്ഡിത്യം നിറഞ്ഞ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട മാലിക് ഇമാം. നിരവധി ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനാമിൽ കാണാൻ ഭാഗ്യം ലഭിച്ച മഹാവ്യക്തിയാണ് മാലിക് ഇമാം. ഈ മാലിക് ഇമാമും അതുപോലെ തന്നെ അന്നത്തെ ഭരണാധികാരിയായ അബ്ബാസി പരമ്പരയിൽ വന്ന അബൂ ജഅഫർ തങ്ങളും മദീന പള്ളിയിൽ വെച്ച് ഒരു തർക്കമുണ്ടായി. ആ തർക്കത്തിനിടയിൽ അബൂ ജഅഫർ തങ്ങളുടെ ശബ്ദമുയർന്നപ്പോൾ മഹാനായ മാലിക് ഇമാം അവിടുന്ന് തിരുത്തി കൊടുക്കുകയാണ്. യാ അമീറുൽ മുഅ്മിനീൻ, ലാ തർഫഅ സൗതക ഫീ ഹാദൽ മസ്ജിദി ഫഇന്നല്ലാഹ തആല അദ്ദബ ഖൗമൻ. മാലിക് ഇമാം പറയാണ്, നിങ്ങൾ ഈ പള്ളിയിൽ വെച്ച് ശബ്ദമുയർത്തിക്കളയരുത്. പ്രത്യേകം ഈ പള്ളി എന്ന് പറയാൻ കാരണം എന്താണ്? അത് മസ്ജിദുൻ നബവിയായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പള്ളിയോട് ഓരം ചെന്ന് അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പള്ളിയിൽ നിങ്ങൾ ശബ്ദമുയർത്തരുത്. എന്നിട്ട് ആ ഭരണാധികാരിയെ മാലിക് ഇമാം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഫഇന്നല്ലാഹ തആല അദ്ദബ ഖൗമൻ, ഒരു ബഹുമാനപ്പെട്ട ജനങ്ങളെ അഥവാ സ്വഹാബത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദബ് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബിയ്യ് എന്ന സൂറത്തുൽ ഹുജറാത്തിലെ ആയത്തോതി കേൾപ്പിക്കുകയാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ ശബ്ദമുയർത്തരുത് നിങ്ങൾ എന്ന ആ ആയത്തോതി കേൾപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്,
വമദഹ ഖൗമൻ, ഒരു ഖൗമിനെ കുറിച്ച് മദ്ഹ് പറഞ്ഞിട്ടുണ്ട്. അതേതാ ഖൗമ്? മാലിക് ഇമാം പറഞ്ഞു കൊടുക്കാണ്, ഇന്നല്ലദീന യഗുദ്ദൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ്, അള്ളാഹിന്റെ റസൂലിന്റെ അടുക്കൽ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്ന ഒരു വിഭാഗം. അതാരാണ്? മഹാന്മാരായ സ്വഹാബത്താണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, വദമ്മ ഖൗമൻ ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത്ത് അക്സറുഹും ലാ യഅഖിലൂൻ. എന്നിട്ട് മാലിക് ഇമാം പറയാണ്, വ ഇന്ന ഹുർമതഹു മൈതൻ കഹുർമതിഹി ഹയ്യൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഏതൊരു ആദരവാണോ കൊടുത്തത്, അതേ ആദരവ് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷവും നബി തങ്ങൾക്ക് കൊടുക്കേണ്ടതെന്ന ഒരു ഉപദേശം കൊടുക്കുകയാണ്. ഈ ഉപദേശം കേട്ടപ്പോൾ ആ അമീറുൽ മുഅ്മിനീൻ ജഅഫർ തങ്ങൾ ഫസ്തഖാന ലഹാ അബൂ ജഅഫർ തങ്ങൾ മാലിക് ഇമാമിന് വഴിപ്പെടുകയാണ്. എന്നിട്ടോ അബൂ ജഅഫർ തങ്ങൾ പറയാണ്, വഖാൽ യാ അബാ അബ്ദില്ലാ, ഓ അബു അബ്ദില്ലേ, അഥവാ മാലിക് ഇമാമിൻ്റെ കുഞ്ഞത്തരം വിളിക്കുകയാണ്. തർക്കത്തിലിരുന്ന ആ അബൂ ജഅഫർ തങ്ങൾ പിന്നീട് ഉപദേശം സ്വീകരിച്ച് മാലിക് ഇമാമിനെ വളരെ സ്നേഹത്തോടെ വിളിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് ഒരു ചോദ്യം ചോദിക്കുകയാണ്, അസ്തഖ്ബിലുൽ ഖിബ്ലത വഅദുഉ അം അസ്തഖ്ബിലു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖിബിലക്ക് തിരിഞ്ഞാണോ ഞാൻ പ്രാർത്ഥിക്കേണ്ടത്, അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് തിരിഞ്ഞാണോ ഞാൻ പ്രാർത്ഥിക്കേണ്ടത് എന്ന സിയാറത്തുമായി ബന്ധപ്പെട്ട ഒരു സംശയം മാലിക് ഇമാമിനോട് ചോദിക്കുകയാണ്. അപ്പോൾ മാലിക് ഇമാം മറുപടി പറയുകയാണ്, വലിമ തസ്രിഫ് വജ്ഹക അൻഹു വഹുവ വസീലതുക വവസീലതു അബീക ആദം അലൈഹിസ്സലാം ഇലല്ലാഹി തആല യൗമൽ ഖിയാമ. വലിമ തസ്രിഫ് വജ്ഹക അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് നിങ്ങളുടെ മുഖം എന്തിനു തിരിച്ചു കളയണം? വഹുവ വസീലതുക, നബി തങ്ങൾ നിങ്ങളുടെ വസീലയാണ്, നിങ്ങൾക്കുള്ള മാർഗമാണ്. വവസീലത്തു അബീക ആദം അലൈഹിസ്സലാം ഇലല്ലാഹി തആല യൗമൽ ഖിയാമ, നിങ്ങളുടെ പിതാവായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും വസീലയാണ് എന്ന് മാലിക് ഇമാം അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, ബലിസ്തഖ്ബിൽഹു, എന്നല്ല നബി തങ്ങളിലേക്ക് തിരിയാനാണ് പിന്നീട് കൽപ്പിക്കുന്നത്. എന്നിട്ടോ വസ്തശ്ഫിഅ ബിഹി, ആ നബി തങ്ങളെ കൊണ്ട് ശുപാർശ തേടുകയും വേണം. ഇസ്തിഗാസ ചെയ്യാനാണ് മാലിക് ഇമാം പഠിപ്പിക്കുന്നത്. എന്നിട്ട് മാലിക് ഇമാം പറഞ്ഞു കൊടുക്കുകയാണ്, ഖാലല്ലാഹു തആല, അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, വലൗ അന്നഹും ഇദ്ദലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ എന്ന ആയത്ത് സൂറത്തു നിസായിലെ 64-ാമത്തെ ആയത്ത് ഓതി കേൾപ്പിക്കുകയാണ്. എന്താണ് പറയുന്നത്? നിങ്ങളിലേക്ക് പാപം കൊണ്ട് ആരെങ്കിലും കടന്നു വന്നാൽ അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തും. അങ്ങനെ അവർ ഇസ്തിഗ്ഫാർ നടത്തുമ്പോൾ വസ്തഗ്ഫറ ലഹുമുർ റസൂലു, അള്ളാഹിൻ്റെ റസൂല് അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തും. അങ്ങനെ അള്ളാഹിൻ്റെ റസൂൽ ഇസ്തിഗ്ഫാർ നടത്തിക്കഴിഞ്ഞാൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അള്ളാഹുവിൽ നിന്നുള്ള തൗബ കിട്ടിയവരായി അള്ളാഹുവിനെ അവരെത്തിക്കുകയാണ്. മാലിക് ഇമാം പഠിപ്പിക്കുന്നത് ഇസ്തിഗാസ നടത്താനാണ്, അതിന് പ്രചോദനം നൽകുകയാണ്. അസഹുൽ അസാനീദ് എന്ന് പണ്ഡിത ലോകം വിശേഷിപ്പിച്ചത് മാലികുൻ അൻ നാഫിഅ അൻ ഇബ്നു ഉമർ എന്ന ആ പരമ്പരയാണ്. ആ മാലിക് ഇമാമിൽ നിന്നല്ലേ പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെയും ഹദീസ് ലഭ്യമായത്. ഞാൻ ഈ പറഞ്ഞ സംഭവം ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് തങ്ങളുടെ അശ്ശിഫ എന്ന ഗ്രന്ഥത്തിൻ്റെ 2-ാം വാള്യത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. മഹാന്മാരായ ഇമാമീങ്ങളെയും സ്വഹാബത്തിനെയും തള്ളിപ്പറയുന്നവരെ നാം വളരെ ജാഗ്രതയോടുകൂടെ കാണണം, അവരെ നാം സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല ഹഖ് മനസ്സിലാക്കി ജീവിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.